അളിയാ എവിടെ ചോദിക്കുന്ന പട്ടിക്കുട്ടി ഏതാണെന്നറിയോ? നല്ല കിടുക്ക് ഹൈബ്രിഡ് സാധനമാണ്. ഇതിപ്പോ വല്ലാത്തൊരു പ്രതിസന്ധി ആയല്ലോ. എനിക്കെല്ലാം സ്വന്തം കാണാനല്ലേ പറ്റത്തു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രബോധനം നമ്മുടെ പാറക്കുട്ടിയുടെ കുഞ്ഞാഗ്രഹം സാധിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു നമ്മുടെ പാറമട വീട്. എന്താണെന്നല്ലേ, നമ്മുടെ പാറക്കുട്ടിക്ക് ഒരു പട്ടിക്കുട്ടീനെ വേണം അത്ര. അപ്പൊ പട്ടിക്കുട്ടിയുടെ ഫോട്ടോ ഒക്കെ വരച്ച് കളറൊക്കെ ചെയ്ത് ഇവരെ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പട്ടിക്കുട്ടിയെ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമ്മുടെ കേശു ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ അവള് പറയുന്ന പട്ടിക്കുട്ടി ഏതാണെന്നറിയോ, ആ പട്ടിക്കുട്ടീനെ മേടിക്കാൻ കിഡ്നി വരെ ഒരു വിൽക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണേ. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മ പറയുന്നുണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ, അതിനെ തന്നെ മര്യാദക്ക് നോക്ക് എന്നൊക്കെ നമ്മുടെ അമ്മൂമ്മ പറയുന്നുണ്ടേ. അപ്പൊ ശിവാനിയും ലച്ചും സിദ്ധു ആണെങ്കിൽ, ദൈവമേ കൊച്ചിന്റെ ആഗ്രഹമാണല്ലോ, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ കനകാന്റി പറയുന്നുണ്ട്, ലച്ചു വിചാരിച്ചാൽ ഇവിടുത്തെ കാര്യം സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടേ. ലാസ്റ്റ് നമ്മുടെ പാറക്കുട്ടി ഭയങ്കര നിരാശയിൽ ഇരിക്കും കേട്ടോ. കാരണം ആരും പാറക്കുട്ടിയുടെ ആഗ്രഹം അത്രയ്ക്ക് വിലക്ക് എടുക്കുന്നില്ല. അപ്പൊ ലച്ചു പിന്നെ ചോദിക്കുന്നുണ്ട്, ഇനി മേടിച്ചാൽ തന്നെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ചോദ്യങ്ങളും ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ശിവാനിയും അത്ര ഇതിലൊന്നും ഇല്ല. ശിവാനിയും എങ്ങനെ മേടിക്കാനാണ് ഇത്രയും പൈസയുള്ള പട്ടിക്കുട്ടീനെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവാനിയും തട്ടിക്കളിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ പാറക്കുട്ടി, അല്ലേലും എന്റെ ആഗ്രഹത്തിന് വിലയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പട്ടിക്കുട്ടീനെ വരച്ച പേപ്പറും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരയുന്ന ഒരു രംഗമായിട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ. മിക്കവാറും നമ്മുടെ സിദ്ധുവളയും മേടിച്ചു കൊടുക്കും അല്ലെ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ പാറക്കുട്ടിയുടെ ആഗ്രഹം സാധിക്കുമോ ഇല്ലയോ എന്നറിയാട്ടോ. നമുക്ക് കാത്തിരിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.